Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എവിടെ വരെ അടുത്ത് നിർത്തിയത്? ഇനി ആറ്റിറ്റ്യൂഡ്. Okay. എല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരേണ്ടത് എന്തെങ്കിലും ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇവിടെ വരെ നമ്മൾ എടുത്തത് ആറ്റിറ്റ്യൂഡ് തുടങ്ങിയല്ലേ നമ്മൾ എടുക്കേണ്ടത് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കണ്ടത് എന്താണ്? വ്യത്യസ്ത രീതിയിലുള്ള പേഴ്സണൽ അല്ലെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മള് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതും അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, അതായത് മനോഭാവങ്ങൾ. നമുക്കറിയാം വ്യക്തിപരമായിട്ട് വ്യത്യസ്തമായിരിക്കും ഓരോ പേഴ്സന്റെയും മനോഭാവങ്ങൾ അല്ലെ. ഒരു വ്യക്തി വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു വ്യക്തി ഉണ്ടാവുന്ന ഫീലിങ്സ് അല്ലെ. അവരുടെ വികാരങ്ങളിലും മനോഭാവങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തത ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ നോക്കാം എന്താണ് ആ മനോഭാവം എന്നുള്ള കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. Simply explained, an attitude is an individual's point of view or an individual's way of looking at something, or to be more explicit, an attitude may be explained as the mental state of an individual which prepares him to react or make him behave in a particular predetermined way. Okay. നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു മനുഷ്യന്റെ ആ ഒരു അല്ലെ വീക്ഷണകോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു ഫീലിങ്സ് അല്ലെ. ചിലര് ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണ് റിയാക്ട് ചെയ്യും, യു എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് ഇല്ലേ. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവില്ലേ? റെസ്പോണ്ട് ചെയ്യില്ലേ? സംതിങ് അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു നോക്കി കാണുന്ന കാഴ്ചപ്പാട്, അതാണ് ആ അല്ലെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ചില കാര്യങ്ങൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം ചില കാര്യങ്ങളല്ലേ മെന്റേഴ്സ് ഒക്കെ ചിലർക്ക് ചില ഫീലിങ്സ് കൂടുതലായിരിക്കും, ചിലര് ചില കാര്യങ്ങൾ അത്രയും അത്രയും ശ്രദ്ധയൊന്നും കേന്ദ്രീകരിക്കുന്നവര് തയ്യാറായിട്ട് പോയി വരും. കാരണം അത് അവരുടെ വ്യക്തിപരമായിട്ട് ഇടപെടലിൽ ചിലപ്പോ ചില അനുഭവങ്ങൾ അവർക്ക് മൈൻഡിൽ ഉണ്ടാവും അല്ലെ, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. സോ അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങളിൽ അവര് അങ്ങനെ ഒരു ഫീലിങ്സ്, അങ്ങനെ ഒരു റിയാക്ഷൻ വരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സിംപ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂ ഓർ ഇൻഡിവിജ്വൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് സംതിങ്. എന്തിനെങ്കിലും അല്ലെ നമ്മള് വ്യക്തിപരമായിട്ട് നോക്കി കാണുന്ന ഒരു രീതിയെയാണ് നമുക്ക് മനോഭാവം എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആസ് ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിച്ച് prepare him to react or make him behave in a particular predetermined way. Okay, നേരത്തെ കുട്ടി തയ്യാറാക്കിയ രീതിയിൽ മനുഷ്യൻ മാനസിക അല്ലെ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു തിരിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലെ. മെന്റലി സ്റ്റേറ്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് എന്ന് പറയുന്നത് ഫീലിങ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മനോഭാവങ്ങൾ എന്ന് പറയുന്നത്. അത് നേരത്തെ കൂട്ടി അവർക്ക് നേരത്തെ മുതൽ അവരങ്ങനെയായിരിക്കും ശീലിച്ചേക്കുന്നത് അല്ലെ. ചിലത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്, ചിലര് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു രീതിക്കാരൊന്നും ആയിരിക്കില്ല അല്ലെ. അവരുടെ മനോഭാവം അനുസരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് അവരിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് നേരത്തെ കൂട്ടി അവരുടെ മൈൻഡിൽ നേരത്തെ കൂട്ടി ഉള്ളതാണ്. ഓക്കെ,
അപ്പൊ an attitude is defined as a learned predisposition to respond in a consistently favorable unfavorable manner with respect to a given objective. ഓക്കെ, ഇപ്പൊ നമ്മള് വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ എടുത്തു വരുമ്പോൾ ചിലർ ഫേവറബിൾ ആയിട്ടും ചിലർ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ഥിരീകരണം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അത് ഫേവറബിൾ അല്ലെ അനുയോജ്യമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും. മറ്റു ചിലർക്ക് അത് അനുയോജ്യമല്ലാത്ത ഒരു നിലപാടായിരിക്കും. ഓക്കെ, ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഇരുകൂട്ടരുണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവോ? ശരിയാണോ? എല്ലാവർക്കും ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ? ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും മനോഭാവം ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കില്ല അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളാണ്. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്ക് ഇതെന്താ പറയാ, ഇതൊരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത, കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. ഓക്കെ, അപ്പൊ ഇതില് പ്രധാനമായിട്ട് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവര് ഒരാള് അനുയോജ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റൊരു കൂട്ടര് ചിലപ്പോൾ അനുയോജ്യമല്ലാത്തൊരു നിലപാടായിരിക്കും അവരുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്നത് അല്ലെ. സ്റ്റാൻസസ് എന്താണ് ഇവിടെ പറയുന്നത്? ഒബ്ജക്റ്റീവ് സ്റ്റാൻസ് ആർ കോംപ്ലക്സസ് ഓഫ് ബിലീഫ്സ് ആൻഡ് ഫീലിംഗ്സ് that people have about the specific ideas, situations or other people. Okay, മറ്റു പീപ്പിളുകളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കില്ല ഓരോ കൂട്ടർക്ക് ഉണ്ടാവുക അല്ലെ. ഓരോ കൂട്ടർക്ക് വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസും ഓരോ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ഒബ്ജക്റ്റിനെ എടുത്ത് വരുമ്പോഴും നമുക്കറിയാം കുറച്ചു പേര് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവമാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ കുറച്ചു കൂട്ടർ അതിന് പ്രതികൂലമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും വെച്ച് പുലർത്തുന്നത്. ഓക്കെ, അപ്പൊ attitude are important because they are the mechanism through which most people express their emotions. ഓക്കെ, അപ്പൊ മനോഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഒരു മെക്കാനിസം ആണ് അല്ലെ. അവിടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണെന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അവരവരുടേതായിട്ടുള്ള ഇമോഷൻസ്, ചിലർക്ക് ചില ഇമോഷൻസ് ആയിരിക്കും പ്രകടമാകുന്നതെങ്കിൽ ചിലപ്പോൾ ചില ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരിക്കും ചില വ്യക്തികൾ അവിടെ പ്രകടമാകുന്നത്. അത് ഓരോരുത്തരുടെയും പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള മനോഭാവങ്ങളാണ് അവിടെ ആ ടൈമിൽ എക്സ്പ്രസ് ചെയ്ത് വരുന്നത്, അതായത് പ്രകടിപ്പിച്ച് വരുന്നത്. ഓക്കെ, അതിന്റെ ഒരു കമ്പോണൻസുകൾ അവിടെ പറയുന്നുണ്ട്. Attitude consists of 3 elements, namely the affective component, then cognitive component and intentional component. Okay, 3 components attitude ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇൻട്രൊഡക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ മനോഭാവത്തിനെ കുറിച്ചിട്ട്? ാണ് ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത് 3 കമ്പോണൻസ് ആണ്. അതായത് അതിൽ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് അഫക്റ്റീവ് കമ്പോണന്റ്, ദെൻ നെക്സ്റ്റ് കോഗ്നിറ്റീവ് കമ്പോണന്റ് ആൻഡ് ഇന്റൻഷൻ കമ്പോണന്റ് ആണ്. ഓക്കെ, അവിടെ അഫക്റ്റീവ് കമ്പോണന്റിൽ പറയുന്നത് ഹൗ വി ഫീൽ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ. ഓക്കെ, അവിടുത്തെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹൗ വി ഫീൽ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് അല്ലെ, എങ്ങനെ അനുഭവപ്പെടും, അതാണ് ആദ്യത്തെ അഫക്റ്റീവ് കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്റൻഷൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഹൗ വി ഇന്റൻഡ് ടു ബിഹേവ് ടുവേർഡ്സ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെ അനുഭവപ്പെടുന്നു. ഓക്കെ, നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നു അല്ലെ. ഹൗ വി ഇന്റൻഡ് ബിഹേവ് ടുവേർഡ്സ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമ്മൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഓക്കെ, അതിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. Then cognitive component, why do we feel that way? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളാനായിട്ട് സാധ്യത വരുന്നത്. ഓക്കെ, ചിലത് നമ്മുടെ മൈൻഡിലേക്കൊന്നും തട്ടില്ല അല്ലെ. ചില കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധയില്ലാതെ എടുക്കും. ചിലത് പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇന്റൻഷ്യൽ കമ്പോണന്റ്. അത് നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധ കൊടുക്കണം അല്ലെ. അത് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റർ ഉള്ളത്, ഉള്ളില് എന്തെങ്കിലും മാറ്റർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഫീലിങ്സ്, ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് എന്തായാലും ഫീലിങ്സ് വരുന്നു. ചിലരത് ശ്രദ്ധയില്ലാതെ പോകുന്നു, ചിലരത് ശ്രദ്ധിച്ചു പോകുന്നു. ഓക്കെ, എന്നപ്പോ നമ്മൾ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇൻവോൾവ്മെന്റ് വരുത്തണമെന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇൻവോൾവ്മെന്റ് വരുത്താനായിട്ട് എന്താ കാരണം, അതാണ്
വൈ ഡു വി ഫീൽ ദാറ്റ് വേ, എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ ആ ഫീലിങ്സ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇൻ കേസ് ഹോസ്പിറ്റലാണെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ അല്ലെ എന്തെങ്കിലും ബ്രദേഴ്സിന് എന്തെങ്കിലും ഒരു അല്ലെ ചിലപ്പോ ആണെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു സഹോദരന്മാരുടെ വെച്ചായിരിക്കുള്ള ഒരു പേഴ്സൺസ് ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ അല്ലെ അയ്യോ അത് എന്റെ സഹോദരനെ പോലെയാണല്ലോ തോന്നുന്നത്. കാരണം അവരുടെ നേരത്തെ കുട്ടികളുടെ ഒരു ഇതുകൊണ്ട് ആ ഒരു ഉൾക്കാഴ്ച ഉള്ളത് കൊണ്ടാണ് അതിൽ ഇടപെടാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നാച്ചുറലി ഇത് ഹോസ്പിറ്റലിൽ വരുന്ന നിത്യസംഭവമായിട്ട് നമ്മളത് തിരിച്ച് അതിൽ അല്ലെ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ പോകും. അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ ഇൻവോൾവ്മെന്റ് വരുന്നത്. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ മനസ്സിലായോ? ചിലപ്പോ ചില കേസുകളൊക്കെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അല്ലെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അത് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ചില കാര്യങ്ങളിൽ സംതിങ് അല്ലെ നമ്മളിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് വരുത്തും. അത് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും വൈകാരിക കാര്യങ്ങളായിരിക്കും അങ്ങനെ ഉള്ളിൽ അടഞ്ഞു കൊടുത്തിന് കലക്കുന്നത് കൊണ്ടായിരിക്കും നമ്മൾ അതിൽ ഇൻവോൾവ്മെന്റ് വരുത്തുന്നത്. അതാണ് അവിടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വിവിധമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെ അത് ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ മനോഭാവങ്ങളിലും മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തിനാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിലുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ദ അഫക്റ്റീവ് കമ്പോണന്റ് ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ് റിഫ്ലെക്ട്സ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഓക്കെ, ഇതിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവാം. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് അഫക്റ്റീവ് കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് റിഫ്ലെക്ട്സ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഇതിൽ ഡിഫറൻസ് വരാനായിട്ടുള്ള സാധ്യത ചിലർക്ക് ഉള്ളിൽ തട്ടുന്നത് കൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. ചിലർക്ക് ആ ഫീലിങ്സ് വരേണ്ട ആവശ്യകതയില്ല, അവർക്ക് മുൻകൂട്ടി അനുഭവങ്ങളൊന്നും അതൊക്കെ വന്നിട്ടില്ല അല്ലെ. ഞാനൊരു പേഴ്സണെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് ആ പേഴ്സണായിട്ട് പരിചയം ഉള്ളത് കൊണ്ടാണ് അവരെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷെ മറ്റൊരു പേഴ്സൺസിന് ചിലപ്പോൾ അങ്ങനെ ഒരു പരിചയം ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് അങ്ങനെ ഒരു രൂപരേഖ അല്ലെ വരുന്നില്ല. സോ അവരതിലേക്ക് ഇൻവോൾവ് ആകുന്നില്ല. അവരുടെ മനോഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നമ്മുടെ മനോഭാവം പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മനോഭാവം. ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും അല്ലെ. ഓരോ പേഴ്സൺസിന്റെ ഫീലിങ്സിൽ അല്ലെങ്കിൽ അവരുടെ ആ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ ചില മനോഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ചിലത് ഓട്ടോമാറ്റിക്കലി അല്ലേ, നമ്മളിപ്പോ മിക്കവാറും ഒരു ആക്സിഡന്റ് കേസൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യും. കാരണം എല്ലാവരുടെയും മനോഭാവത്തിൽ അതെല്ലാം അല്ലെ ഒരു ബിഹേവിയർ അല്ലെ ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ ഉൾപ്പെടുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അത് ഓൾമോസ്റ്റ് എങ്ങനെയാണ് അല്ലെ, ഇൻ കേസ് അങ്ങനെ ഉൾക്കൊണ്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പറയും അയ്യോ ഇത് എന്ത് നേച്ചറുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ നമ്മളെ തന്നെ തിരിച്ച് റിഫ്ലക്ട് അല്ലെ റെസ്പോണ്ട് ചെയ്യും ഇല്ലേ. അങ്ങനെ ചെയ്യില്ലേ? സാധ്യതയില്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഓക്കെ, അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മനോഭാവങ്ങളിലെ വേരിയേഷൻസ് അല്ലെ. തീർച്ചയായിട്ടും ആ മനോഭാവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരു വ്യക്തിപരമായിട്ട് തന്നെ നേരത്തെയുള്ള കുറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് അതിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് അല്ലെ. ഇനി നമുക്ക് വീണ്ടും ഇതിന്റെ ആ ഒരു ഭാഗം കൂടി കവർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ആ ഒരു ചെറിയ വേരിയേഷൻസ് ഉള്ളത് കാര്യം നോക്കാം. The affective component of an attitude reflects feelings and emotions that an individual has towards a situation. Okay, ഓരോ സിറ്റുവേഷൻസിനെ വരുമ്പോഴോ ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ് അഫക്റ്റീവ് കമ്പോണന്റിൽ വരുന്നത്. ഓക്കെ, അതിൽ ഇൻവോൾവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് വരുന്നത്. ഓക്കെ, the cognitive element of an attitude is developed from knowledge that an individual has about a situation. ഓക്കെ, ആ സിറ്റുവേഷനിൽ നേരത്തെ കുട്ടിയുള്ള ഒരു അറിവ് ഉണ്ടെങ്കിൽ അല്ലെ ഒരു ആ പേഴ്സണെ എനിക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവും. ഒരു ആക്സിഡന്റ് കേസ് ഓക്കെ നമുക്കൊരു ഫീലിങ്സ് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും അയ്യോ എന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലെ. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും മാനുഷികമായിട്ട് ആ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഫീലിങ്സ് പ്രകടിപ്പിക്കും. നെക്സ്റ്റ് നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ചിലപ്പോൾ ഇൻവോൾവ്മെന്റ് നടത്തണമെന്നുള്ളൂ. ശരിയല്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ലേ? നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വ്യക്തിയല്ല എങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു പോകും. അതേസമയം നമുക്ക് അറിയുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും ഇല്ലേ? ഉണ്ടാവില്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നതിനോട് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു കേസ് കൊണ്ടുവന്നേക്കാണ്, ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ നഴ്സിംഗ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് സ്ഥലങ്ങളും അല്ലെ. അപ്പൊ അവിടുത്തെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന വർക്കേഴ്സാണ്.
ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവം കൊണ്ടുവരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒരേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് തന്നെ ആ ഫീലിങ്സ് അവർ പ്രകടമാക്കുന്നു. ഓക്കെ, അയ്യോ കഷ്ടമായി പോയി എന്നുള്ള ആ ഒരു മനോഭാവം അവർ പ്രകടമാക്കുന്നു. ഓക്കെ, ദെൻ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയിലേക്ക് പോകുന്നു. പക്ഷെ സംതിങ് ചില പേഴ്സൺസ്, ഏതോ ഒരു വ്യക്തിക്ക് ഒരു നഴ്സെങ്കിലും ആ വ്യക്തിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ അറിയുന്ന ഒരു പേഴ്സൺ ആണെങ്കിലാണ് കുറച്ചും കൂടി അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ഒരു റിലേഷൻ അല്ലെ അവരൊരു ബ്രദറിന്റെ മുഖച്ഛായ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കും അവരെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സോ അവരുടെ മനസ്സിലുള്ള കുറച്ചും കൂടി ഒരു അറിവാണ് അത് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ആ ഒരു ഐഡിയ എന്താണെന്നുള്ളത്? രണ്ട് കാര്യങ്ങളൊക്കെയാണോ? ഫസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും ഹ്യൂമൻ ബിഹേവിയർ ആണെന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ, നമുക്ക് കുറച്ചും കൂടി ആ ഇൻവോൾവ്മെന്റ് അല്ലെ അത് എന്താണെന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മനോഭാവത്തിൽ അത് കുറച്ചും കൂടി അറിവ് അല്ലെ നോളജ് കിട്ടുന്നത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇൻ കേസ് നമുക്കൊരു ടെക്നിക്സ് ആണെങ്കിൽ കുറച്ച് നമുക്ക് അറിവുണ്ട്, ആ വ്യക്തിയെ കുറിച്ചിട്ട് അറിവുണ്ട്. സോ അതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയണമെന്ന ഒരു ആഗ്രഹമുണ്ട് അല്ലേ. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടി അത് ഇൻവോൾവ് വരുന്നു അല്ലെ, ആ ഒരു കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു തീക്ഷ്ണത വരുന്നു. ഓക്കെ അല്ലേ, ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെയാണ്. Then finally, the intentional component of an attitude reflects how an individual expects to behave towards or in the situation. Okay, നമുക്കറിയാം അടുത്തത് നമ്മൾ എന്തുകൊണ്ടാണ് അതിലെ ഇൻഡിവിജ്വലിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ ഇത്ര മാറ്റർ ഉള്ളത് കൊണ്ട്. ഫൈനലി ദ ഇന്റൻഷണൽ കമ്പോണന്റ് of an attitude reflect how an individual expect to behave അല്ലെ, എങ്ങനെയാണ് അതിൽ ബിഹേവ് ചെയ്തത്. അതല്ല നമ്മൾ തേർഡ് പോയിന്റിൽ പറഞ്ഞു why do we feel that way, എന്തുകൊണ്ടാണ് നമുക്ക് അത്രയും ഫീലിങ്സ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇന്റൻഷൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഇൻവോൾവ്മെന്റ് വരുത്തുന്നു അല്ലെ. ഇൻവോൾവ്മെന്റ് വരുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ്, എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഇൻവോൾവ്മെന്റ് വരുത്തുന്നത്. കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് why do we feel that way, എന്തുകൊണ്ട് ഞാൻ അതിലേക്ക് അത്രയും ഫീലിങ്സ് വരുത്തി. കാരണം അതിന് റീസൺ ഉണ്ട്, കാരണം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ട്. സോ അതിനെ കുറിച്ചിട്ട് അറിയണമെന്നുള്ളൊരു ടെൻഡൻസി, ഒരു മാനസികമായിട്ടുള്ള ഒരു ഫീലിങ്സ് എനിക്ക് വരുന്നു. സോ അതുകൊണ്ടാണ് അത് കൂടുതൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരു അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നു. ഹൗ വി ഫീൽ ടുവേഴ്സ് ദ സിറ്റുവേഷൻ, ആ സിറ്റുവേഷന് എല്ലാവരും എങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇന്റൻഷൻ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇന്റന്റ് അതിലേക്ക് നമ്മൾ ഇടപെടാണ് അല്ലെ. ഇന്റന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾച്ചേരുകയാണ്, ആ ഒരു കമ്പോണന്റ് ആ ഒരു സിറ്റുവേഷനിൽ ഉൾച്ചേരുന്നു. കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അതിൽ ഉൾച്ചേരുന്നത്, കാരണം എനിക്ക് അറിവ് ഉള്ളത് കൊണ്ട്. ഓക്കെ, ഞാൻ കുറച്ചും കൂടി അറിവുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം കുറച്ചും കൂടി അറിയണമെന്ന് ആഗ്രഹിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ ഒരു ഓർഗനൈസേഷനെ വെച്ച് നോക്കാം. ഒരു സിറ്റുവേഷനെ വെച്ചിട്ടുള്ള നമ്മുടെ മനോഭാവമാണ്. അപ്പൊ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ കമ്പനി ദാറ്റ് പ്രൊവൈഡ്സ് എ പ്രൊഡക്റ്റ് consistently and of a low quality could be described as follows. ഓക്കെ, നമ്മളിപ്പോ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു സാധനമാണ് അവിടെ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ധാരണയുള്ള പേഴ്സൺ ആണ്. ഓക്കെ, ആ കമ്പനിയിൽ നിന്ന് നമുക്കൊരു സാധനം അപ്പൊ നമുക്ക് മേടിക്കണം. ഓക്കെ, അപ്പൊ അത് മേടിക്കണമെന്ന് തോന്നുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണെന്നുള്ള ഒരു മൈൻഡിലൂടെയാണ് നമ്മൾ അവിടെ പോകുന്നത്. സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കമ്പനി അഫക്റ്റീവ് കമ്പോണന്റ്. ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല, കാരണം എനിക്ക് അല്ലെ ആ കമ്പനിയെ എനിക്ക് വലിയ ഇഷ്ടമില്ല, കാരണം അവിടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ്. ഓക്കെ, then next they are the worst supply from I have ever dealt with. കോഗ്നിറ്റീവ് കമ്പോണന്റ്. ഓക്കെ, ഞാൻ അതിൽ ഇൻവോൾവഡ് ആവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സപ്ലൈ ഒന്നും കൊള്ളില്ല, കാരണം അവിടുത്തെ ആദ്യം തന്നെ പറയുന്നത് എനിക്ക് ആ കമ്പനിയെ ഇഷ്ടമല്ല. ആദ്യത്തെ തന്നെ സിറ്റുവേഷൻ കമ്പനിയുടെ പേര് പറയണം. അപ്പൊ കമ്പനിയുടെ പേര് പറയുമ്പോൾ തന്നെ ഇൻ കേസ് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കമ്പനിയുടെ ഇഷ്ടമല്ല എന്ന് നമ്മൾ പ്രതികരിക്കുന്നു. ദെൻ സെക്കൻഡ്ലി പറയുകയാണ് എന്തുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവുന്നില്ല, കാരണം അവിടുത്തെ സപ്ലൈ നല്ലതല്ല, കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല അവിടെ സപ്ലൈ ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നു. So cognitive component. I will never do business with them again. And international അതാണ് ഇന്റൻഷൻ കമ്പോണന്റ്. കാരണം ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് അറിവുള്ളത് കൊണ്ടാണ്, അവിടുത്തെ പ്രൊഡക്റ്റ് നല്ലതല്ല എന്നുള്ള അറിവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാത്തത്.
ഓക്കെ, ക്ലിയർ ആയോ? ഈ ഒരു എക്സാമ്പിൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ആണോ? എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ഒരു കമ്പനിയെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോ ആദ്യം തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു അറിവുണ്ടെങ്കിൽ മാത്രമാണ് പ്രതികരിക്കാൻ സാധിക്കുന്നുള്ളൂ, അല്ലെ? അറിവില്ല എങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊന്നും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്താണ്, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കമ്പനി, എന്താണ് അഫക്റ്റീവ് കമ്പോണന്റ്. ഓക്കെ, ഞാൻ അതിൽ അറിവുള്ളത് കൊണ്ടാണെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അറിവ് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മള് ആക്സിഡന്റലി കേസിൽ നമ്മൾ കണ്ടു, നമുക്ക് ഓൾമോസ്റ്റ് ആക്സിഡന്റ് എന്താന്നുള്ള അറിവുണ്ട്, അല്ലെ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ചെറിയ ധാരണയുണ്ട് ആക്സിഡന്റ് എന്താണെന്നുള്ളത്. കാരണം അതൊരു പ്രത്യേക സിറ്റുവേഷനിൽ ആ വ്യക്തി അനുഭവപ്പെടുന്ന ഫീലിങ്സിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഈ കമ്പനിയെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ്ലി എഫക്റ്റീവ് കമ്പോണൻസ് വരുമ്പോൾ പറയുകയാണ്, എനിക്ക് ആ കമ്പനി ഇഷ്ടമില്ല, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കമ്പനി. സോ എന്തറിവുള്ളത് കൊണ്ടാണ് അവർക്ക് ഇഷ്ടമല്ലാത്തത്? അതായത് അവിടെ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ഒന്നും നല്ലതല്ലാത്തത് കൊണ്ട്, ക്വാളിറ്റി ഉള്ള ഗുഡ്സ് അല്ലാത്തത് കൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്. സോ എന്താണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്? ദേ ആർ ദ വേഴ്സ്റ്റ് സപ്ലൈ ഫ്രം ഐ ഹാവ് എവർ ഡെalt വിത്ത്. ഓക്കെ, അവിടുത്തെ സപ്ലൈ എന്ന് പറയുന്നത്, അവിടുത്തെ വിതരണം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് അതിൽ ഇൻവോൾവ് ആവാത്തത്. ആ കമ്പനിയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇൻവോൾവ് ആവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സപ്ലൈ നല്ലതല്ല. ഐ വിൽ നെവർ ഡു ബിസിനസ് വിത്ത് ദം, അല്ലെ? അവിടെ ആ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാത്തത്. എന്തുകൊണ്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല? ഇപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസിലാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. അറിവ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്, അല്ലെ, കോഗ്നിറ്റീവ് ഇന്റൻഷണൽ കമ്പോണന്റ് വരുന്നത്? പക്ഷെ അവിടെ അതിനോട് ചേർന്ന വിധത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആദ്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യം മാത്രമാണ് കോഗ്നിറ്റീവ് കമ്പോണന്റിൽ വരുന്നത്. എന്തുകൊണ്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്റൻഷൻ കമ്പോണന്റിൽ വരുന്നത്. ഇന്റൻഷൻ കമ്പോണന്റിൽ വരുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നേരത്തെ കൂട്ടി അറിവുള്ളത് കൊണ്ട്. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ഒരു ഫീലിങ്സിനെ എന്താണ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഇത്ര ക്രിയാത്മകമായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി നോക്കാം. അതായത് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത മനോഭാവങ്ങളുണ്ട്. അറിവ് അനുസരിച്ചിട്ടാണ് ആ മനോഭാവങ്ങൾ കൂടുതലായിട്ട് മാറ്റം വരുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, വീണ്ടും people try to maintain a consistently among the three components of their attitude. Our situations can occasionally occur that result in conflicts. The conflicts that the individuals may experience among their own attitude is called cognitive dissonance. Okay, അവിടെ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായി? എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടോ? അടുത്ത ഒരു സെന്റൻസിലേക്കാണ്, ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെ ഓക്കെയാണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. ഓക്കെയാണോ? ഒരുപാട് ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്? വീണ്ടും പറയേണ്ടതില്ല. ഞാൻ സമയം കളയുന്നില്ല, കാരണം കുറച്ച് കാര്യങ്ങളാണ്. ഇതിലൊന്നും അധികം പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. മനോഭാവങ്ങൾ വ്യത്യസ്തമാണെന്ന് ഉൾക്കൊള്ളുക എന്നുള്ള കാര്യമുള്ളൂ. ഓക്കെ, അതില് ഇനി നെക്സ്റ്റ് പോകാനുള്ളത് people try to maintain consistently among three components of their attitude. ഓക്കെ, അവരുടെ മനോഭാവങ്ങളും 3 കാര്യങ്ങളും അതനുസരിച്ചിട്ട് തന്നെയാണ് ഓരോ വ്യക്തികളും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, however situations can occasionally occur that result in conflicts. ഓക്കെ, ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വരാം, അല്ലെ? ചിലത് നമ്മൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നാം, പക്ഷെ നമ്മുടെ ഡ്യൂട്ടികൾ ചിലപ്പോൾ വേണമെങ്കിൽ ആ ടൈമിൽ തന്നെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ആ ഒരു സംഘർഷം നേരിടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെ? ചില അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ അറിയാൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കമ്പനിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സൈലന്റ് ആയിട്ട്, നമുക്ക് അറിയാൻ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വേണ്ട, എന്തിനാ നമ്മളായിട്ട് പറയണത്, അത് അല്ലെ? അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷത്തിന്റെ ബേസിൽ നമ്മൾ ഇടപെടാതൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. The conflicts that the individual may experience among their own attitude is called
കോഗ്നിറ്റീവ് ഡിസോളസൻസ്. ഓക്കെ, അതായത് ഇത്തരത്തില് ഓരോ വ്യക്തിക്ക് ഉണ്ടാകുന്ന അല്ലെ ഇൻഡിവിജ്വൽസ് മേ എക്സ്പീരിയൻസ് എമംഗ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവത്തിൽ വരുന്ന കുറെ കോൺഫ്ലിക്ട്സുകൾ. ഓക്കെ, അവര് പറയുന്നു ആ കമ്പനി നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ ചീത്തയാണെന്നുള്ള നോളജ് ആണ് ചിലപ്പോൾ വെളിപ്പെടുത്താനായിട്ട് തയ്യാറാവാതെ നമ്മൾ ചിലപ്പോൾ റിജക്ട് ചെയ്ത് പോകും. ഓക്കെ, അത് ഓരോരുത്തരുടെയും ആ സംഘർഷങ്ങൾ അല്ലെ മാനസികമായിട്ട് വരുന്ന ആ സംഘർഷങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അവരവരുടേതായിട്ടുള്ള മനോഭാവങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ദ കോൺഫ്ലിക്ട് ദാറ്റ് ഇൻഡിവിജ്വൽ മേ, ചിലപ്പോ ഈ തർക്കങ്ങൾ മനസ്സിൽ തന്നെ വരും. അവരെന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞിടത്തോളം ചീത്തയാണെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ ഒരു മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ ഓൺ ആറ്റിറ്റ്യൂഡ് അല്ലെ നമ്മുടെ മനോഭാവത്തിലും ഉണ്ടാവാം. അങ്ങനെയുള്ള മനോഭാവത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കോൺഫ്ലിക്ട്സുകളെയാണ് കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ആ സംഘർഷാവസ്ഥകളെയാണ് കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് മനോഭാവങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥകൾ, ആ അറിവുകളിൽ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥകൾ. നമ്മുടെ അറിവും ശരിയായ അറിവാണെന്നുള്ളൊരു യഥാർത്ഥ ബോധ്യം അല്ലെ, അത് നമ്മൾക്ക് മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താതെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനോഭാവം എന്ന് പറയുമ്പോൾ 3 കമ്പോണൻസ് ഉണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അഫക്റ്റീവ് കോമ്പോണന്റ്, ദെൻ കോഗ്നിറ്റീവ് കമ്പോണന്റ് ആൻഡ് ഇന്റൻഷൻ കമ്പോണന്റ്, ദെൻ അതേപോലെ തന്നെ മാനസികമായിട്ട് ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഓരോരുത്തരുടെ മനോഭാവം വ്യത്യസ്തമാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഒരു ഇൻഡിവിജ്വലിന്റെ വ്യൂ പോയിന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ അറിവനുസരിച്ചിട്ടും ഓരോരുത്തരുടെ മനോഭാവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് കുറച്ച് കൂടുതൽ നോളജ് ഉണ്ടാവും ചില കാര്യങ്ങളെ കുറിച്ചിട്ട്, ചിലർക്ക് കുറച്ച് നോളജ് ആയിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ചുണ്ടാവുക. അപ്പൊ അവരുടെ നോളജ് അനുസരിച്ചിട്ട് അവര് ആ മനോഭാവങ്ങൾ ആറ്റിറ്റ്യൂഡുകൾ അവിടെ പ്രകടമാക്കും. ഒരു പേഴ്സണെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം ചിലപ്പോ കുറച്ച് വിവരങ്ങൾ അറിയാവുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ അവരുടേതായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലെ. ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും ചിലപ്പോൾ ചിലര് ഭയങ്കരമായിട്ട് അവരുടെ ഫീലിങ്സ് അവർ പ്രകടമാക്കും. കാരണം അവർക്ക് അതിന് ആ വ്യക്തിയിൽ നിന്നും അത്രയും അനുഭവം അവർ കരസ്ഥമാക്കിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലേ? നമ്മുടെ ബ്ലഡ് റിലേഷനിലൊക്കെ നമുക്കറിയാം നമുക്ക് കൂടുതൽ ഫീലിങ്സ് ഉണ്ടാവും. കാരണം നമ്മൾ അവരായിട്ട് അത്രയും അറ്റാച്ച്ഡ്, അവരെ കുറിച്ച് നമുക്ക് നല്ല നോളജ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത്രയും റിയാക്ട് ചെയ്യും അല്ലെ. അപ്പൊ ആറ്റിറ്റ്യൂഡ് മനോഭാവം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ചസ് ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വരുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അവിടെ തുടങ്ങിയാണ് ശരിക്കും ഇതുമായിട്ട് വരുന്നത്. അതായത് ഒരു ജോലിയുമായിട്ട് വരുമ്പോഴുണ്ടാവുന്ന കാര്യമാണ് ഇത്. ജസ്റ്റ് മനോഭാവനത്തിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വിവരിച്ചു പോകുന്നത്. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് നോക്കാം. Individual attitude from over time as a result repeated personal experience with ideas, situations or people. Okay, നമുക്കറിയാം ജനങ്ങളാലും അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ, എക്സ്പീരിയൻസ്, അനുഭവം, ജ്ഞാനമൊക്കെ അനുസരിച്ചിട്ട് അവരുടെ ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായിരിക്കും അവരുടെ റിസൾട്ട് അല്ലെ. ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് തന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ പീപ്പിളിനെ കുറിച്ചിട്ട് ഓരോ ഐഡിയയെ കുറിച്ചിട്ടുള്ള ധാരണയൊക്കെ അടിസ്ഥാനത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവുക, ആ മനോഭാവങ്ങൾ ഉണ്ടാവുക. Then attitudes that are contextually specific and learned are a crucial way to understand individual behavior in organization. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു പെരുമാറ്റ ശാസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ വേ തന്നെയാണ് അല്ലെ. ഓരോരുത്തരുടെയും മനോഭാവം തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ ജോലിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തികളെ അവിടുത്തെയുള്ള സഹപ്രവർത്തകരെ സംബന്ധിച്ചാണെങ്കിലും ഓരോരുത്തരും ഓരോ മനോഭാവങ്ങളായിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് തന്നെ അത് മനസ്സിലാക്കണം. ഓരോരുത്തരെയും സംബന്ധിച്ച് നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. An attitude can shift due to the introduction of a new information. ഓക്കെ, അതായത് തീർച്ചയായിട്ടും പുതിയ ഇൻഫോർമേഷനിലേക്കാണ് അല്ലെ ആ മനോഭാവങ്ങൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന മനോഭാവങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് തന്നെ അല്ലെ. പുതിയ പുതിയ ഇൻഫോർമേഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എ മാനേജർ may have a negative attitude about the new employees because of his lack of a job related experience. ഇപ്പൊ ഒരു മാനേജറിനെ സംബന്ധിച്ച് പുതിയ എംപ്ലോയി വരുമ്പോൾ ചിലപ്പോൾ അവര് അല്ലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. കാരണം
അവരെ സംബന്ധിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഒന്നും ഈ മാനേജർ പുതിയ എംപ്ലോയി ആവുമ്പോൾ അറിയണമെന്നില്ല അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ അവര് ബിഗിനിങ്ങിൽ ചിലപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ അധികം സ്പീഡിലൊന്നും വർക്ക് ചെയ്യണമെന്നില്ല അല്ലെ. അപ്പൊ അവര് ധരിച്ചു വെച്ചിരിക്കുകയാണ് ഓക്കെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു മനോഭാവമാണ് മാനേജർ മനസ്സിലാക്കി വെച്ചേക്കണമെങ്കിൽ ആഫ്റ്റർ വർക്കിംഗ് വിത്ത് ന്യൂ പേഴ്സൺ ദ മാനേജർ മേ come to realize that he is actually very talented and subsequently may develop a more positive attitude towards him. കുറച്ചും കൂടി നാള് ഇദ്ദേഹത്തിന്റെ വർക്ക് കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലാവും, മാനേജറിന് മനസ്സിലാവോ ഞാൻ വെച്ചിരിക്കുന്ന മനോഭാവം തെറ്റാണ്, കാരണം ഇദ്ദേഹം അത്യാവശ്യം ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെ, ആക്ച്വലി വെരി ടാലന്റഡ് ആയിട്ട് ഒരു അല്ലെ വ്യക്തിയാണ്, കാരണം കഴിവിട്ട വ്യക്തിയാണെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ വർക്കുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലെ. ഫസ്റ്റ്ലി നമ്മളുടെ അറിവ് അനുസരിച്ചിട്ട് ഈ വ്യക്തിയെ കൊണ്ട് ഓക്കെ ഫസ്റ്റിൽ ഉണ്ടാകുന്ന ഇംപ്രഷൻ ചിലപ്പോൾ ആണെങ്കിൽ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയാമെങ്കിലും ചിലപ്പോൾ ആണെങ്കിൽ ഫസ്റ്റ്ലി അവർക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ മാനേജർ എന്താ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, അവരുടെ മനോഭാവത്തിൽ അദ്ദേഹം കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ എന്നുള്ള ഒരു മൈൻഡിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി നാള് അദ്ദേഹത്തിന്റെ വർക്ക് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലാവും ആക്ച്വലി വെരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പുതിയ എംപ്ലോയി എന്ന് പറയുന്നത്. സോ അതനുസരിച്ചിട്ട് തന്നെ അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെ അവർക്ക് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ വർക്കൗട്ട് റിസൾട്ട് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ മനോഭാവം എന്ന് പറയുന്നത് അറിവിന്റെ ബേസിലാണെന്നുള്ള ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്കുണ്ടാകുന്ന അറിവ് റോങ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലെ. നല്ലൊരു കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്സ് ക്ലിയർ ആയോ എന്താന്നുള്ളത്? ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ചസ് ക്ലിയർ ആയോ? ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടി തുടങ്ങിയ കാണുന്ന ഫസ്റ്റ്ലി ഉണ്ടാകുന്ന കുറെ വിധികളും ശൈലികളൊക്കെ നമ്മളാകെ എന്താ പറയാ നമുക്കറിയാവുന്ന കുറെ ആറ്റിറ്റ്യൂഡുകളാണ്, പക്ഷെ അവരെ അതിനെ വിവരിച്ച് ക്രിയാത്മകമായിട്ടൊക്കെ തന്നെ വിവരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്? വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഹോൾഡ് ദ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വേരിയസ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെ അവരുടേതായിട്ടുള്ള മനോഭാവങ്ങൾ കാണിക്കും. അബൌട്ട് ദ സാലറി, പ്രൊമോഷൻ പോസിബിലിറ്റീസ്, സൂപ്പർവൈസർ, ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ്, ഫുഡ് ഇൻ ദ ക്യാന്റീൻ, യൂണിഫോം എക്സെട്ര. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മനോഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ അല്ലെ അവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മനോഭാവം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ട് അല്ലെ ഒരു പ്രത്യേകമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വർക്കേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അവര് ആ സ്ഥാപനത്തിലെ വ്യക്തികളുടെ ശമ്പളം അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകൾ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു കമ്പനിയാണെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ക്യാന്റീൻ സർവീസ് സെന്റർ, യൂണിഫോം ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ആ കമ്പനിയെ സംബന്ധിച്ച് ആ ഒരു എംപ്ലോയിക്ക് പല മനോഭാവങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, നല്ല കമ്പനിയാണ്, നല്ല ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് തരുന്നത് വെച്ചാൽ സാലറിക്ക് ഒക്കെ കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് തരുന്ന കമ്പനിയാണ്, നല്ല സൂപ്പർവൈസേഴ്സുമായിട്ട് നല്ല അല്ല ഒരു അറ്റാച്ച്മെന്റ് സ്പാൻ ഓഫ് കൺട്രോൾ കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മീൻസ് അധികം അടിമപ്പണി ചെയ്യുന്ന ഒരു രീതിയൊന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയാണ്. പ്രൊമോഷൻ സാധ്യതകളുണ്ട്, സാലറി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ വ്യക്തിക്കും കൃത്യമായിട്ട് എംപ്ലോയിക്കും മനോഭാവങ്ങൾ വെച്ച് പുലർത്താൻ സാധ്യതയുണ്ട്. Some important attitude are job satisfaction or dissatisfaction, organizational commitment and job involvement. അപ്പൊ ഈ മനോഭാവങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്ക് റിലേറ്റഡ് മനോഭാവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല മനോഭാവം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണം അല്ലെ. ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മനോഭാവമായിരിക്കും ആ കമ്പനിയെ കുറിച്ച്. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം ആ ഹോസ്പിറ്റലിലേക്ക് നല്ല വർക്കേഴ്സ് വരണമെങ്കിൽ അവിടുത്തെ നല്ല രീതിയിലുള്ള പ്രോട്ടോകോൾ ആയിരിക്കും പാലിക്കേണ്ടത് അല്ലെ. അവിടെ നല്ല രീതിയിലാണ് സൂപ്പർവൈസേഴ്സ് ഒക്കെ അവർക്ക് നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ സാലറിക്ക് അപ്പുറം മറ്റു പല പാക്കേജുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാന്റീൻ സർവീസ് ഉണ്ട്. അങ്ങനെ അല്ലെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്.
ഓക്കെ, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ റിക്രൂട്ട്മെന്റിൽ അല്ലെ ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ രീതികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്ലിക്കേഷൻസ് അവിടെ എംപ്ലോയീസ് കൊടുക്കുകയുള്ളൂ. അല്ല ഇത്തരത്തിലുള്ള സാലറി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടേക്ക് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവാതെ വരും. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതില് പ്രധാനമായിട്ടും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ജോബ് ഇൻവോൾവ്മെന്റ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഭാഗമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ്. അതായത് സാലറിയും പ്രൊമോഷൻ പോസിബിലിറ്റീസും അല്ലെ സൂപ്പർവൈസർ അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ അതുമായി ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡിൽ വരാൻ പറ്റുന്ന സാധ്യതകളാണ്. പിന്നെ പ്രത്യേകമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ജോബ് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും അതേമാതിരി തന്നെ കമ്മിറ്റ്മെന്റും ഇൻവോൾവ്മെന്റും. ഓക്കെ, ണോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ണോ? വീണ്ടും പറയേണ്ട എന്തെങ്കിലും ഭാഗമുണ്ടോ? ണോ? വീണ്ടും ഏതെങ്കിലും ഭാഗം പറയേണ്ടതുണ്ടോ? ഫോർമേഷൻ ആൻഡ് ചേഞ്ചസില് വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇനി നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകാം. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മനോഭാവത്തിലേക്ക് വരാൻ സാധ്യത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നല്ല മനോഭാവം വെച്ച് പുലർത്തണമെങ്കിൽ കമ്പനി ഒരുപാട് നല്ല ഓഫറുകളൊക്കെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മനോഭാവമായിരിക്കും അല്ലെ. Job satisfaction is an attitude that indicates the degree to which a person feels based on a content with their work. Okay, സന്തോഷം തരുന്ന രീതിയിൽ വർക്ക് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മനോഭാവമായിരിക്കും ഏതൊരു വർക്കറിനും ഉണ്ടാകും. Extensive research conducted on job satisfaction has indicated that personal factors such as individuals' needs and aspirations determine this attitude, along with the group and organizational factors such as relationship with the co-workers and supervisors and working conditions, work policies and compensation. Okay. അതായത് നമുക്ക് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും അല്ലെ ഓർഗനൈസേഷൻ പരമായിട്ടും നമുക്കറിയാം സഹപ്രവർത്തകരോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അല്ലെ അവിടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും ആവശ്യങ്ങൾ അറിഞ്ഞ് തന്നെ അത് കൈകാര്യം ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് സഹവർത്തിത്തോട് കൂടിയിട്ട് പോകാനായിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഒന്നും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തരാത്ത തരത്തിലുള്ള സൂപ്പർവൈസേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല വർക്കിംഗ് കണ്ടീഷനാണ് നല്ല നമുക്ക് പാലിച്ചു പോകാൻ പറ്റുന്ന നിയമങ്ങളൊക്കെയാണ് അത്യാവശ്യം കോമ്പൻസേഷൻ ഒക്കെ നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയിക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമായിരിക്കും അല്ലെ. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള മനോഭാവം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ തൊഴിലാളികളുടെയും ആവശ്യകതകൾ അവര് സംഘടിതമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അത് ഒക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ
അവര് ഹാപ്പി ആയിരിക്കും. സോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുള്ള ഒരു മനോഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക. A satisfied employee also tends to be absent less often to make positive contributions and to stay with the organization. നമുക്കറിയാം നല്ല പോസിറ്റീവ് ആയിട്ട് അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ? അവര് ആബ്സെന്റേജ് അല്ലെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ആ ഓർഗനൈസേഷൻ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമായിരിക്കും. കാരണം അവര് ഉദ്ദേശിച്ച് ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള സാലറി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നല്ല സഹപ്രവർത്തകരാണ്, സുപ്പീരിയേഴ്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്തവരാണ്, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവര് ജോലി ചെയ്യാനായിട്ട് തൃപ്തരായിരിക്കും. ആബ്സെന്റീസ് ഒന്നും ഇല്ലാതെ തന്നെ അവര് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യും. ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവര് താല്പര്യം പ്രകടിപ്പിക്കില്ല. In contrast, a dissatisfied employee may be absent more often, may experience stress and disturbs co-work, and may be continually looking for another job. Okay, dissatisfied ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ഓക്കെ എങ്ങനെയെങ്കിലും ഈ ജോലിയിൽ നിന്ന് പോയാൽ മതി എന്നുള്ള ടെൻഡൻസി ആയിരിക്കും അല്ലെ. അവര് ജോലിയിലേക്ക് എല്ലാ ദിവസവും വരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കില്ല. അവര് മിക്കവാറും ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ മാതിരി എന്താണ് കോവർക്കേഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് ഉള്ളത് കൊണ്ടായിരിക്കും അവര് ജോലിയിൽ തൽപരരല്ലാത്തത് അല്ലെ. അപ്പൊ അവിടെ പറയുന്നുണ്ട് ഡിസാറ്റിസ്ഫൈഡ് എംപ്ലോയി ആണെങ്കിൽ ആബ്സെന്റീസം കൂടുന്നു, അവർക്ക് നല്ല രീതിയിൽ കോവർക്കേഴ്സിനോടൊപ്പം തന്നെ വ്യാപരിക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവര് മറ്റൊരു ജോലി തേടാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ എപ്പോഴും നല്ല ഒരു മനോഭാവം വച്ചു പുലർത്താൻ, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മനോഭാവം വച്ചു പുലർത്താനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. Organizational elements that impact employee satisfaction include pay promotion, policies and procedure of the organizations and working conditions. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷൻ അല്ലെ സംഘടനാപരമായിട്ടുള്ള ഘടകങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പല കാര്യങ്ങൾ കൂടി ഉണ്ടാവും. ഓക്കെ, നല്ല സഹപ്രവർത്തകർ മാത്രമായ കാര്യമില്ല അല്ലെ. അവിടെ അത്യാവശ്യം പേയ്മെന്റ്, അവരുടെ സാലറി പേയ്മെന്റ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരിക്കണം, പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടായിരിക്കണം, അവിടുത്തെ നിയമങ്ങളൊക്കെ ഇവർക്ക് പാലിക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. നമുക്കറിയാം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി തന്നെ മാത്രം പോലെ ആ ഒരു പ്രോട്ടോകോളൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടയ്ക്ക് ലീവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു പ്രോട്ടോകോളാണ്, ആ പോളിസി ലൈനുകളൊക്കെയാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് താല്പര്യം പ്രകടിപ്പിക്കും, അവരുടെ മനോഭാവം ഒക്കെ ആയിരിക്കും. Group of factors involving relationship with the co-workers and supervisors also influence job satisfaction. അപ്പൊ ഗ്രൂപ്പ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യക്തിപരമായിട്ട് അവർക്ക് കിട്ടുന്ന മനോഭാവങ്ങൾ. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കോവർക്കേഴ്സിൽ നിന്നും സൂപ്പർവൈസേഴ്സിൽ നിന്നൊക്കെ ഉള്ള പ്രചോദനങ്ങൾ അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ അവർക്ക് കിട്ടണം. Similarly, satisfaction is influenced by personal factors such as individual needs and goals. Okay, നമുക്കറിയാം വ്യക്തിപരമായിട്ട് നമ്മളൊരു സാലറി ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ എംപ്ലോയിക്ക് മതിയായ സാലറിക്ക് ഇൻഡിവിജ്വലി അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കണം. If employees are satisfied with the job, it can result in a reduced employee turnover and fewer absence and vice versa. Okay, അതായത് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി എല്ലാ ദിവസവും വരാനായിട്ട് ശ്രമിക്കും, ആബ്സെന്റീസം കുറവായിരിക്കും. അതേമാതിരി തന്നെ അല്ലെ അവരെല്ലാ ദിവസവും പ്രസന്റ് ആയിരിക്കും. ടേൺ ഓവർ കുറവായിരിക്കും, കാരണം ടേൺ ഓവർ എന്ന് പറയുന്നത് ആ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവരെ താല്പര്യം കാണിക്കില്ല അല്ലെ, മറ്റൊരു ജോലി തേടി പോകാനായിട്ട് അവര് താല്പര്യം കാണിക്കില്ല. ടേൺ ഓവറും റെഡ്യൂസ് ആയിരിക്കും. എംപ്ലോയിക്ക് എപ്പോഴും എന്താണ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും. കാരണം ഇൻഡിവിജ്വലി അവർ സാറ്റിസ്ഫൈഡ് ആണ്, ഗ്രൂപ്പിൽ സഹപ്രവർത്തകരെ വെച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെയുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അവരുടെ മനോഭാവം എന്താന്ന് കണ്ടറിഞ്ഞിട്ട് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് തൊഴിലാളികൾ അവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടും അവിടേക്ക് അല്ലെ കൃത്യമായിട്ട് തന്നെ ആബ്സെന്റ് ഒന്നും കൂടാതെ തന്നെ ആ ജോലിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓക്കെയാണോ? കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു ഇതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആബ്സെന്റീസും കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതേമാതിരി തന്നെ ടേൺ ഓവർ കുറവായിരിക്കും, അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്
ഓർഗനൈസേഷണൽ എലമെന്റ്സുകൾ എന്തൊക്കെയാണ്? സാറ്റിസ്ഫാക്ഷനിൽ ഓർഗനൈസേഷണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് പ്രൊമോഷൻ, പോളിസി, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം ഓർഗനൈസേഷൻ എലമെന്റ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓരോ ദിവസവും ഓരോ തരം ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ആദ്യം ഇച്ചിരി അല്ലെ പല പല തരത്തിലുള്ള കമ്പോണൻസ് ഒക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് വ്യാഖ്യാനിച്ചപ്പോഴുണ്ടാകുന്ന ഒരു ഷിപ്പായിരുന്നു. പിന്നീട് ഓക്കെ ആയി കാണും അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒരു ഭാഗം കൂടി നമുക്ക് ഇതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. നമ്മളവിടെ വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ജോബ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, ആ ഒരു കൂടി നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ടു അതർ കീ വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് ആണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് എൻഗേജ്മെന്റ്. ഓക്കെ, അതായത് നമ്മൾക്ക് ഓർഗനൈസേഷനിലോട് ഒരു കമ്മിറ്റ്മെന്റ്, നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ മാതിരി ആബ്സെന്റീസും കുറയും, അതേമാതിരി തന്നെ ജോലിയിൽ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും അല്ലെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. സോ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവർക്കൊരു ആ ഓർഗനൈസേഷനോട് ഒരു ആത്മാർത്ഥത, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, എംപ്ലോയിക്കിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. കോമ്പൻസേഷൻ കൊടുക്കുന്നു, കാന്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ഇൻ കേസ് ട്രാവലിംഗ് അലവൻസോ അല്ലെങ്കിൽ ഹോട്ടൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലവൻസുകളൊക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴെന്താണ് അവർക്ക് ആ കമ്പനിയോട്, ആ ഒരു സ്ഥാപനത്തിനോട് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുകയാണ് അല്ലെ. നമുക്ക് ടു അതർ കീ വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് ആർ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് എൻഗേജ്മെന്റ്. രണ്ട് മറ്റു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റും എൻഗേജ്മെന്റും. Organization commitment refers to an individual's sense of an identification with and loyalty to an organization. ആ ഓർഗനൈസേഷനോട് ഒരു വിശ്വസ്തത, അതാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിൽ വരുന്നത് അല്ലെ. നമ്മുടെ ആവശ്യങ്ങൾ, എംപ്ലോയിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെയോട് സഹകരിക്കുന്നു എന്നുള്ള ഒരു വിശ്വസ്തതയാണ് അവിടെ പ്രകടമാകുന്നത്. പിന്നെ എന്താണ് ഇൻവോൾവ്മെന്റ് refers to a person's willingness to be team member and work beyond the usual standards of the job. Okay, അപ്പൊ നമ്മള് എന്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ലോയൽറ്റി വരുമ്പോൾ എന്താണ് അതിലെ പങ്കാളിയായിട്ട് അല്ലെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെ വർക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ്, അതിൽ കൂടുതൽ പങ്കാളിയാവാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മുടെ പ്രകടമാകും അല്ലെ. An employee with little involvement is motivated by extrinsic motivational factors and an employee with a strong involvement is the motivational factors. Okay, employee കൂടുതലായിട്ട് അതിൽ പങ്കാളിയാവുന്നുണ്ട് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളിൽ നമുക്കറിയാം ചിലപ്പോ ചില ചലഞ്ചസ് വെല്ലുവിളികളൊക്കെ വരുമ്പോൾ അത് നമ്മളെ ബാധിക്കാത്ത ഒരു മൈൻഡിലല്ല, അതും കൂടി നമ്മൾക്ക് ബാധിക്കുന്നതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതിനെ ഫേസ് ചെയ്തുകൊണ്ട് പല പല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു തിരക്കനുഭവപ്പെടുന്ന സമയങ്ങളിലൊക്കെ, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ തിരക്കനുഭവപ്പെടുന്ന സമയങ്ങളിലൊക്കെ കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം പ്രകടമാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ട്രോങ് ഇൻവോൾവ്മെന്റ് ആണ് അല്ലെ. അവർക്ക് നല്ലൊരു പേരൊക്കെ ഘടകമായിട്ട് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്ട്രോങ് ആയിട്ട് അതിൽ പങ്കാളിയാവാനായിട്ട് അവര് ആഗ്രഹിക്കുന്നത്. കുറച്ച് ഇൻവോൾവ്മെന്റ് ഉള്ളോ എങ്കിൽ അത് എന്താണ് ബൈ എക്സ്ട്രിൻസിക് മോട്ടിവേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. കാരണം അത് അധികം ലിറ്റിൽ ഇൻവോൾവ്മെന്റിനാണ് താല്പര്യം കാണിക്കുന്നത് അല്ലെ. കുറച്ചും കൂടി പങ്കാളിത്തം കുറവായിട്ടാണ് അവർ, കാരണം അത്രയും അവർക്ക് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലീഡ് ടു കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. ഒരുപാട് ഫാക്ടേഴ്സ് ഇങ്ങനെ പങ്കാളിയാവുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ബോത്ത് മേ ഇൻക്രീസ് with an employee's age and years with the organization, sense of job security and participation decision making. The organization treats its employees fairly and provides reasonable rewards and job security. Okay, പലതരത്തില് ഇങ്ങനെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്.
അതായത് അവരുടെ ഇതിനനുസരിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പങ്കാളിത്തം ഉറപ്പാക്കി കൊടുക്കുക. അങ്ങനെ പലതരത്തിലും അവരെ ഇൻവോൾവ്മെന്റ് നമ്മൾ ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ഒരു ലോയൽറ്റി, ഒരു കമ്മിറ്റ്മെന്റ് സ്ഥാപനത്തിനോടും ഉണ്ടാവും അല്ലെ. If the organization treats its employees fairly and provides reasonable rewards for job security, employees are more likely to be satisfied and committed. നമുക്കറിയാം അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് അല്ലെ, ജോലിയുടെ സുരക്ഷയ്ക്ക് മാനേജ്മെന്റൊക്കെ എന്തെങ്കിലും റിവാർഡ്സ് പാരിതോഷികങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഞാൻ ചെയ്യുന്ന റിസ്കിനെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത്ര റിസ്ക് എടുത്ത് ഞാൻ ചെയ്യുന്നതിന് അവർ അതിനനുസരിച്ചുള്ള പാരിതോഷികം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്തിനോടുണ്ടാവും, ആ കമ്പനിയോട് അവർക്ക് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരൊക്കെ അവരുടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ചില റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ സക്സസ് ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിവാർഡ്സ് ഒക്കെ കൊടുത്ത് അവർ കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കേണ്ടതാണ്. Engaging employee is in decision making can also help കമ്മിറ്റ്മെന്റ്. ഓക്കെ, ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ മീറ്റിങ്ങിലൊക്കെ അല്ലെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് എംപ്ലോയീസിനൊക്കെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ നമ്മൾ വിളിച്ചു കൂടുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കമ്പനിയോട് അല്ലെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഒരു പ്രതിജ്ഞാബദ്ധത ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ എന്ത് ചെയ്തു വന്നാലും ഈ ചലഞ്ചസിനെ നമുക്ക് നേരിടാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇൻ പർട്ടിക്കുലർ ക്രിയേറ്റിംഗ് ജോബ്സ് that are engaging and challenging can improve job involvement. യഥാർത്ഥത്തിൽ ഈ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചലഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഓക്കെ അത് തീരുമാനം എടുത്ത് ഞങ്ങളൊന്നും അറിയാതെ തീരുമാനം എടുത്തത് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവര് തീരുമാനം എടുത്തതല്ലേ. ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിൽ ഇടപെടട്ടെ എന്നൊരു മനോഭാവം വെക്കാം അല്ലെ. പക്ഷെ നമ്മളെയും കൂടി എംപ്ലോയിനെയും കൂടി പങ്കാളിയാക്കിയിട്ടാണ് ഇങ്ങനെ വെല്ലുവിളി വരാൻ ചാൻസുകളുണ്ട്. നമുക്കതെങ്ങനെ അതിനെ തരണം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓക്കെ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ആ റിസ്ക് വഹിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ തൊഴിലാളികൾ തയ്യാറായി വരും. സോ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസിലൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എംപ്ലോയിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചിട്ട് പോരെയോ? നെക്സ്റ്റ് ടൈമില് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇൻവോൾവ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത്? എന്തായാലും വായിച്ചു നോക്കിയിട്ട് പോന്നോളൂ. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.